ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിൽപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. താനൊരു ബിസിനസ്സുകാരിയാണെന്നും മാത്രമല്ല തൻ്റെ കടയ്ക്ക് ചന്ദ്രാൻ്റിയുടെ പേരാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആ ഒരു പൊങ്ങച്ചത്തിൽ തന്നെയാണല്ലേ ചന്ദ്രൻ നടക്കുന്നത്. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്ന് നമുക്കറിയാലേ. അപ്പോൾ ഈ ഒരു വിവരം സച്ചിയും രവിയും ഒക്കെ അറിഞ്ഞാലോ? അങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനുണ്ട് കേട്ടോ. അത് ഈ അടുത്ത് തന്നെ വരാനുള്ള ഭാഗമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ പൊങ്കലാഘോഷങ്ങളായി കഴിഞ്ഞതിന് ശേഷം ബീരാനിക്കൻ എവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് നാശമാണെന്ന് കരുതിക്കൊണ്ട് ബീരാനിക്ക് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ശ്രുതി. അത് നമ്മളിപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. അങ്ങനെ പൊങ്കലാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അപ്പോൾ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല ശ്രുതി, ഇന്ന് ഭയങ്കര ക്ഷീണമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേദന ശ്രുതി പറയും, പറ്റില്ല ശ്രുതി, എങ്ങനെയും ജോലി സംഘടിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനും ജോലി അന്വേഷിച്ച് അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ജോലിക്ക് പോയി. അന്നേ ദിവസം നമ്മുടെ സച്ചിക്ക് ഓട്ടം കിട്ടുന്നത് നമ്മുടെ ശ്രുതിയുടെ പാർലർ വാങ്ങിച്ചിരിക്കുന്ന ആ ഓണറില്ലേ അവരുടെയാണ് കേട്ടോ. അവരുടെ കാറിടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയും അവരുടെ സ്റ്റാഫ് വിളിച്ചു വരുത്തുന്ന സച്ചിയുടെ വണ്ടിയുമാണ്. അതിനുശേഷം ഇവർ പറഞ്ഞ പ്രകാരം നമ്മുടെ സച്ചി വണ്ടി കൊണ്ടു നിർത്തുന്നത് ശ്രുതിയുടെ പാർലറിന് മുന്നിലാണ് കേട്ടോ. എന്ത് കടയിലേക്ക് നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്, അപ്പൊ പാർലറുടെ അടുത്ത് പറയുന്നത് നേരാണ്, വലിയ വലിയ ഗസ്റ്റുകളാണല്ലോ ഇവിടെ വരുന്നത്, പാർലറുടെ അടുത്ത് നല്ല കാലം എന്ന് പറഞ്ഞുകൊണ്ട് പുറകേറ്റ് തിരിഞ്ഞത് മേഡം 350 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അവരവിടെ ഉണ്ടാവില്ല കേട്ടോ. കാരണം അവർക്ക് കോൾ വന്നിട്ട് വണ്ടി ഇറങ്ങി പോവാണ്. ശരിക്കും പറഞ്ഞാൽ സച്ചിക്ക് പൈസ കൊടുക്കുന്ന കാര്യം അവർ വിട്ടുപോകുന്നതാണ് കേട്ടോ. ഇവരുടെ വണ്ടിയിൽ നിന്ന് സാധാരണ ഇറങ്ങി പോണ പോലെ തന്നെ ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് നമ്മുടെ സച്ചി കടയുടെ ബോർഡൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇതേ സമയം നമ്മുടെ ശ്രുതിനെ കാണുമ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട്, ശ്രുതി എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, ശ്രുതി തന്നെ ചെയ്തു തന്നാലും മതിയെന്ന് പറയുകയാണ്. ശ്രുതി വേഗം റൂമിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സച്ചി ഇവരെ കാണുമ്പോഴത്തേക്കും മേഡം എന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കാണ്ട് ഇവര് വേഗം തന്നെ മേഡം പൈസ തന്നില്ല, 350 രൂപയായി എന്ന് പറയുമ്പോഴത്തേക്കും ഓ സോറി, ഞാൻ സാധാരണ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ തന്നെ വന്നതാണ്, സോറി ഞാൻ പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ഇവർ ത്രെഡ് ചെയ്യാനായിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം തന്നെ സച്ചി അവിടെ വർക്ക് ചെയ്യുന്ന വേറെ സ്റ്റാഫിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഏതായി വലിയ മേഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഷോപ്പിൻ്റെ ഓണറാണെന്ന് അവർ തിരിച്ച് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സച്ചി ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതാണ് ഇവിടുത്തെ മേഡം അപ്പം ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരവിടുത്തെ സ്റ്റാഫാണ്. എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ശ്രുതി മേഡം ഈ ഒരു ഷോപ്പ് ആ മേഡത്തിന് മറിച്ച് കൊടുത്തു എന്നൊക്കെ സ്റ്റാഫ് പറയുന്ന സമയത്ത് അപ്പോൾ ഇത് ശ്രുതിയുടെ ഷോപ്പ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്നാ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. വേഗം തന്നെ സച്ചി പുറകിൽ എഴുതിയേക്കുന്ന ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ബോർഡിനകത്ത് ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നൊരു പേരിന് പകരമായിട്ട് പുതിയൊരു കമ്പനിയുടെ പേര് കാണാൻ കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി വേഗം തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആ ഒരു ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്നൊരു സെൽഫിയും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു വിവരം പറയുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് രവിനെ കാണുമ്പോഴത്തേക്കും അച്ഛനോട് എനിക്ക് എന്തെങ്കിലും സ്വകാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രവി വേഗം എന്തടാ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നത്, അച്ഛൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കാൻ പ്രശ്നം ഉണ്ടാവുന്നതാണെങ്കിൽ അച്ഛനോട് മാത്രമായിട്ട് പറയാൻ, അതുകൊണ്ട് ഞാൻ അച്ഛനോട് മാത്രമായിട്ടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഈ ഒരു കള്ളത്തരം രവിയോടായിട്ട് പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് രവി ആകെ അതിശയത്തിൽ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല രവി ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരും ഇത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ നമ്മുടെ സച്ചി രവിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അറിഞ്ഞു, ഈ ഒരു കാര്യം നീ ആയിട്ട് നീ ഈ വീട്ടിൽ അറിയിക്കേണ്ട, ചിലപ്പോൾ ഈ ഒരു വിവരം ചന്ദ്രയ്ക്ക് അറിയാതിരിക്കാം. ശ്രുതിയുടെ ജോലി പോയി എന്ന് അറിഞ്ഞിട്ടും നമ്മളിൽ നിന്ന് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതാണ് ചന്ദ്ര. അത് മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേദനിക്കുമെന്നാണെങ്കിൽ നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്തായാലും കള്ളം മറന്നേക്ക് ഒരു നാൾ സത്യം പുറത്തു വരും എന്നൊക്കെ നമ്മുടെ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രഹസ്യം നമ്മുടെ സച്ചിയുടെ രവിയുടെ ഉള്ളിലായിട്ട് തന്നെ ഒതുങ്ങി നിൽക്കാണ്ട് പലതവണയായിട്ട് സച്ചി കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ രവി ഒന്ന് തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.